നമസ്കാരം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. എൻ ഷംസുദ്ദീൻ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൻ്റെത്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റേത് അവരല്ലെങ്കിൽ പോലും അവരതിനും വേണ്ടിയൊരു പിടിവലി നടത്തിയിരുന്നൊരു വിലപേശൽ നടത്തിയിരുന്നു. പക്ഷേ അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാൽ അവർക്ക് ലഭ്യമായില്ല. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ കയ്യിൽ തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചുള്ള അവരുടെ നടപടികൾ പരിശോധിച്ചാൽ എപ്പോഴൊക്കെ അവരുടെ കയ്യിൽ വിദ്യാഭ്യാസ വകുപ്പ് ലഭിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ വളരെ നിശബ്ദമായിട്ടുള്ള ഒരു വിപ്ലവം പോലെ, അത് വിപ്ലവമെന്ന് പറയുന്നത് കേരളത്തിന് ഗുണകരമായൊരു വിപ്ലവമാണെന്ന് നിങ്ങൾ കരുതി കളയരുത്. പല മാറ്റങ്ങളും അവർ വിദ്യാഭ്യാസ വകുപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും ചില പ്രത്യേക ജില്ലകളിലെ വിജയശതമാനം കൂടിയത് ഇവരുടെ കയ്യിൽ വിദ്യാഭ്യാസ വകുപ്പ് വന്നതിന് ശേഷമാണെന്നുള്ള ആരോപണങ്ങൾ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയിട്ടുമുണ്ട്. ചില പ്രത്യേക നടപടികൾ അവരുടെ ഉപരിതലത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ചില പ്രത്യേക നടപടികൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ, അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ടീച്ചർമാർ പച്ചസാരി ധരിച്ചു കൊണ്ടുവരണമെന്നുള്ളൊരു ഉത്തരവിറക്കിയത്, ചോദ്യപേപ്പറുകളിൽ ഈ ഇസ്ലാമിൻ്റെ ചിഹ്നമായിട്ടുള്ള ചന്ദ്രകലയും നക്ഷത്രവും പ്രത്യക്ഷപ്പെട്ടത്, ഈ സിലബസുകളിൽ ഇസ്ലാമികമായിട്ടുള്ള ആഖ്യാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്, ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഇസ്ലാമിക നേതാക്കൾ പലരെയും വാഴ്ത്തുന്ന പാഠഭാഗങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്, വെള്ളിയാഴ്ച പരീക്ഷകൾ നടത്താതായത്, ആണും പെണ്ണും ഒരുമിച്ചിരിക്കരുത് എന്ന് പല സ്കൂളുകളിലും നിഷ്കർഷിക്കപ്പെട്ടത്, ഒരു ടെക്സ്റ്റ് ബുക്കുകളും അധ്യാപകരുമെല്ലാം പലപ്പോഴായി ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഒരു സ്വാധീനത്തിൽപ്പെട്ട് ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മാറിയത്, ഇതൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തും ഇസ്ലാമിസ്റ്റുകൾ ഇത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ വിദ്യാഭ്യാസ വകുപ്പ് കിട്ടുമ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ബഹളമൊന്നുമില്ലാതെ നിശബ്ദമായി ഇത്തരം പദ്ധതികൾ അവർ നടപ്പാക്കി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിഷയം എടുത്തു പറയുവാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രശ്നോത്തരിയിൽ UP സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രശ്നോത്തരിയിൽ സവർക്കറെ സംബന്ധിച്ചുള്ള ഒരു ചരിത്ര വസ്തുത ചോദ്യമായി ചോദിച്ച് ഒരു അധ്യാപകനെ, ഗുരുപ്രസാദ് എന്നൊരു അധ്യാപകനെ കാസർഗോഡ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി എൻ ഷംസുദ്ദീൻ നേരിട്ട് ഇടപെട്ടാണ് ആ സസ്പെൻഷൻ നടപ്പാക്കിയത്. അതിനെതിരെ BJPയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. പക്ഷേ അതുമല്ല, ആ വിഷയത്തെ സംബന്ധിച്ച് തത്വമി ന്യൂസ് വിശദമായ വിശകലനങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അതുമല്ല, ഒരല്പം കൂടി ഗുരുതരമായിട്ടുള്ളൊരു വിഷയം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഒരു ആരോപണമായി ഉയർന്നു വന്നിട്ടുണ്ട്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പറയുവാൻ സാധിക്കാത്ത രീതിയിലുള്ള തെളിവുകളും നമുക്ക് ലഭ്യമാണ്. ആ വിഷയം സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന പദ്ധതിയെ സംബന്ധിച്ചാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അത്. പ്രീ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുവാനായി കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നൊരു പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ അഥവാ SSA. ഈ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർവത്രിക വിദ്യാഭ്യാസം, ഡിജിറ്റൽ പഠനം, തുല്യത ഉറപ്പാക്കൽ എന്നിവ ലക്ഷ്യമിടുന്നൊരു പദ്ധതിയാണ്. അതിനുവേണ്ടി തന്നെ ഈ സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ, ടീച്ചർ എഡ്യൂക്കേഷൻ, അതായത് SSA, RMSA, TE, ഈ 3 പദ്ധതികളും സംയോജിപ്പിച്ച് ആണ് ഈ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ കുടക്കീഴിൽ വന്ന് നടപ്പാക്കപ്പെടുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുക, എല്ലാ കുട്ടികൾക്കും തുല്യമായ പഠന അവസരങ്ങൾ നൽകുക, സാമൂഹികവും ലിംഗപരവുമായുള്ള അസമത്വങ്ങൾ കുറയ്ക്കുക. ഈ ഒരു ലക്ഷ്യം പ്രത്യേകമൊന്ന് ഓർത്തു വയ്ക്കുക പ്രേക്ഷകർ. അതിലേക്കാണ് നാം വരുന്നത്. വീണ്ടും ഒന്ന് ആവർത്തിക്കാം. സാമൂഹികവും ലിംഗപരവുമായിട്ടുള്ള അസമത്വങ്ങൾ കുറയ്ക്കുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, അതായത് നൈപുണ്യ വികസനമാണ് ഉദ്ദേശിക്കുന്നത്, സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വികസിപ്പിക്കുക. ഇത്രയുമാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. ഈ സമഗ്ര ശിക്ഷാ അഭിയാനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്തം എന്നുള്ളത് ജില്ലാ തലത്തിൽ കോർഡിനേറ്റർമാരെ, ഈ പ്രൊജക്റ്റ് കോർഡിനേറ്റർമാരെ നിയമിക്കുക എന്നുള്ളതാണ്. ആ പ്രൊജക്റ്റ് കോർഡിനേറ്റർമാരിൽ ഓരോ സർക്കാർ വരുമ്പോഴും അവർക്ക് താല്പര്യമുള്ളവരെ നിയമിക്കാറുണ്ട്. അത് വാസ്തവമാണ്. അത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നീക്കമാണ്. അത് ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒഴിവാക്കാൻ സാധിക്കാത്തൊരു
പ്രക്രിയയാണ്. കാരണം നിയമപരമായി തന്നെയാണ് നമുക്കിഷ്ടമുള്ളവരെ നിയമിക്കാം. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ സമഗ്ര ശിക്ഷാ അഭിയാനെക്കുറിച്ച് മുന്നോട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലെ നിയമനങ്ങളെല്ലാം നിയമപരമായിട്ടാണ് നടന്നിട്ടുള്ളത്. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞ സാമൂഹികവും ലിംഗപരവുമായിട്ടുള്ളൊരു ചില ഭേദഭാവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഇപ്പോഴത്തെ മന്ത്രിസഭ UDF മന്ത്രിസഭ നിയമിച്ചിരിക്കുന്ന പുതിയ സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രൊജക്ട് കോർഡിനേറ്റർമാരെ സംബന്ധിച്ചുള്ള ഉത്തരവും ആ കോർഡിനേറ്റർമാരുടെ പേര് വിവരങ്ങളും ഞാൻ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ആ ചിത്രങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആദ്യം ഉത്തരവ്, പുറകെ ആ പട്ടിക. 14 ജില്ലകളിലെയും സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രൊജക്ട് കോർഡിനേറ്റർമാരുടെ പേര് വിവരങ്ങളാണ് പ്രേക്ഷകരിനി കാണുവാൻ പോകുന്നത്. എന്തെങ്കിലും പ്രത്യേകത പ്രേക്ഷകർ ഈ കണ്ട ചിത്രത്തിലെ പേരുകളിൽ ശ്രദ്ധിക്കണം. ഒരല്പം വർഗീയപരമായി തന്നെ ചിന്തിക്കുകയും വേണം. കാരണം 2 വിഭാഗങ്ങൾക്ക് ഉള്ള പ്രാതിനിധ്യം അതിൽ കുറവാണ്. ഹിന്ദുക്കളുടെ എണ്ണം തുലോം കുറവാണ്, ക്രിസ്ത്യാനികളില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ചോദിക്കാം, അങ്ങനെ എല്ലാത്തിലും മതം കാണേണ്ട കാര്യമുണ്ടോ? മതം കാണേണ്ട കാര്യമില്ല. എങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ ഇവർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് മാത്രം പോരാ. ഈ സർക്കാർ ധവളപത്രം ഇറക്കിയല്ലോ, അതുപോലെ അനുബന്ധ എന്തെങ്കിലും പത്രം വിദ്യാഭ്യാസ വകുപ്പിനുണ്ടെങ്കിൽ അതിറക്കണം. പച്ചപത്രമോ അല്ലെങ്കിൽ പച്ച വെളിച്ചമോ അങ്ങനെ എന്തെങ്കിലും ഒരു പത്രമുണ്ടെങ്കിൽ അതും പുറത്തിറക്കണം. പുറത്തിറക്കുന്ന പത്രത്തിൽ ഒരു കാര്യം അവർ വ്യക്തമായി പറയുകയും വേണം. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഈ പദ്ധതിയുടെ പ്രൊജക്ട് കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കുവാൻ, കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല. കാരണം ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞാൽ 1-2 പേര് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ അങ്ങനെയുള്ള യോഗ്യതയുള്ളവരില്ല, ഇപ്പോൾ നിലവിലില്ല എന്നത് സർക്കാർ കൃത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വർഗീയമായി കാണേണ്ട കാര്യമില്ല. പക്ഷെ പ്രഖ്യാപിക്കുമ്പോൾ അതിന് എതിർവാദങ്ങൾ വരും, യോഗ്യതയുള്ളവർ മുന്നോട്ട് വരും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് നേരിടാൻ തയ്യാറായിട്ട് വേണം ഈ പ്രഖ്യാപനം നടത്താൻ. അല്ല എങ്കിൽ ഈ പട്ടികയെ ഒരല്പം വർഗീയമായി തന്നെ കാണേണ്ടി വരും. അതിന് കാരണം മുസ്ലിം ലീഗിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗിൻ്റെ ചരിത്രവും തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളൊരു മതവർഗീയ സംഘടനയുമായി കൂട്ടുചേർന്നാണ് ഇപ്പോഴത്തെ UDF സർക്കാരും മുസ്ലിം ലീഗും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ മതരാഷ്ട്ര സ്ഥാപനമാണ്. ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി. ഭാരതത്തിലുള്ളതായാലും ബംഗ്ലാദേശിലുള്ളതായാലും നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് കശ്മീരിൽ പ്രത്യേക വിഭാഗമാണെന്ന് ഇപ്പോൾ ഭാരതത്തിലെ ജമാഅത്തുകാർ പറയുന്ന വിഭാഗത്തിൻ്റേതായാലും ലോകത്തെവിടെയായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സ്ഥാപനമാണ്. ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിത രീതി ഇസ്ലാമിക മതത്തിനനുസരിച്ചുള്ള ജീവിത രീതിയാക്കി മാറ്റുകയാണ്. അത് നേരിട്ടായാലും വളഞ്ഞ വഴിയിലൂടെ ആയാലും തെളിഞ്ഞ വഴിയിലൂടെ ആയാലും ഭീകരവാദത്തെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായാലും എല്ലാം. അവരുടെ പ്രബോധനം മാസികയിലൊക്കെ ഭീകരവാദികളെ പരസ്യമായി വാഴ്ത്തുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് തത്വമയി ന്യൂസ് അല്ല, കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിനുള്ള ഉത്തരം കമ്മ്യൂണിസ്റ്റുകാരോട് പറയുക, അതിനുള്ള വ്യാഖ്യാനങ്ങൾ സാധാരണ പ്രേക്ഷകർ നടത്തുക. ഇവരെത്രത്തോളം അപകടകാരികളാണെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കൺക്ലൂഷനിൽ നിങ്ങൾ അതിലൂടെ എത്തിച്ചേരുക. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിഭജനത്തിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടായതെന്ന് പറയാവുന്ന ഒരു മതവർഗീയ പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗും. നെഹ്റുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു സംഘപരിവാർ അംഗത്തിൻ്റെയുമല്ല, നെഹ്റുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ വിഭജിച്ച് വാങ്ങിക്കൊണ്ടുപോയ മുസ്ലിം ലീഗിൻ്റെ ഒരു വാൽ മലപ്പുറത്ത് അവശേഷിച്ചു എന്നതുപോലെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ തുടരുന്നത്. കോൺഗ്രസുമായി ഇപ്പോൾ അവർ സഖ്യത്തിലാണെങ്കിൽ പോലും. പറഞ്ഞത് നെഹ്റുവാണ്, ഡോക്ടർ ജി അല്ല, അല്ലെങ്കിൽ ഗുരുജി ഗോൾവാർക്കർ അല്ല. അത് പ്രത്യേകം ചിന്തിക്കുക. ഇപ്പോഴത്തെ സർസംഘ് ചാലക്, RSSൻ്റെ സർസംഘ് ചാലക് മോഹൻജി ഭാഗവതും അല്ല, ജവഹർലാൽ നെഹ്റുവാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വർഗീയ സ്വഭാവം കാലാകാലങ്ങളായി മാറ്റമൊന്നുമില്ലാതെ നിലകൊള്ളുന്നു. അതിൽ ആകെ വന്നിരിക്കുന്ന ഒരേ ഒരു മാറ്റം, അല്ലെങ്കിൽ അവരതിനൊരു പുറംമൂടി, ഒരു പട്ടിൻ്റെ മൂടി കൊണ്ട് മൂടിയിരിക്കുന്നത്. ആ പട്ടിൻ്റെ മൂടി നമ്മളോട് പറയുന്നത് ഞങ്ങളിപ്പോൾ വർഗീയവാദികളല്ല. പരസ്യമായി അവർ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിൽ നിന്ന് പലപ്പോഴും വിട്ടു നിൽക്കാറുണ്ട്. എന്നാലും ഉള്ളിലുള്ള അതറിയാതെ പുറത്ത് ചാടുമെന്ന് പറയുന്നത് പോലെ പലപ്പോഴും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ വിളക്ക് കത്തിക്കുവാൻ വിസമ്മതിക്കുന്നതിലൂടെയും ഔദ്യോഗിക വസതികളുടെ പേര് പമ്പയിൽ നിന്നും ഗംഗയിൽ നിന്നുമൊക്കെ മാറ്റി അൽ ദൗള എന്നും അൽ മക്ക എന്നും ഒക്കെ ആക്കണമെന്നുള്ള ആഗ്രഹ പ്രകടനങ്ങളിലൂടെയുമൊക്കെ ഇവർ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇടയ്ക്കിടെ പുറത്തു വരും. ഇപ്പോൾ ഈ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ കാര്യത്തിലും അവർ വളരെ നിശബ്ദമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തന ശൈലി കാലാകാലങ്ങളായി ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പട്ടിൻ്റെ തുണി കൊണ്ട് മൂടിയിട്ട് അവരുടെ യഥാർത്ഥ മുഖത്തിൻ്റെ ഒരു ഭയാനകത, പട്ട്
തുണി കൊണ്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് ഈ പട്ട് തുണിയാണ് അവരുടെ നിശബ്ദത. നിശബ്ദമായി അവരവരുടെ അജണ്ടകൾ നടപ്പാക്കി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യം പല കാര്യത്തിൽ നിന്നും വ്യക്തമാണ്. ഏറ്റവും നല്ല ഉദാഹരണം വെള്ളിയാഴ്ചകളിൽ മത്സര പരീക്ഷകൾ നടത്തുന്നത് വിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ്. വെള്ളിയാഴ്ചയ്ക്ക് മാത്രമായിട്ടൊരു പ്രത്യേകതയില്ല. പരമ്പരാഗതമായി അത് ഹിന്ദു മതത്തിന് അനുകൂലമാണോ ക്രിസ്ത്യൻ മതത്തിന് അനുകൂലമാണോ എന്നൊന്നും നോക്കാതെ തന്നെ ശനി ഞായറാണ് അവധി ദിവസങ്ങളായി സാധാരണ പ്രഖ്യാപിച്ചിരുന്നത്. പണ്ട് പരീക്ഷകൾ നടത്തിയിരുന്നത് ഒരു ദിവസം 2 പരീക്ഷകൾ, നിസ്കാര സമയം പ്രത്യേക അനുവാദമില്ല കുട്ടികൾക്ക്. ഇത്തരത്തിലുള്ള മതേതരത്വമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ രീതിയായിരുന്നു കൈക്കൊണ്ടിരുന്നത്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ചിലപ്പോൾ ഈ ഒരു പള്ളി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. അതും എയ്ഡഡ് സ്കൂളുകളിലാണെങ്കിൽ നിർബന്ധിതമായി ഒരു കുട്ടിയും പള്ളിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള അധികാരം അവർക്കില്ല. പക്ഷേ ഏതെങ്കിലും ദിവസങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുവാൻ ക്രിസ്ത്യൻ കുട്ടികൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്കതിനുള്ള സൗകര്യമുണ്ടായിരുന്നു. ആ സമയം മറ്റു കുട്ടികൾക്ക് ക്ലാസ്സിൽ വിശ്രമിക്കുകയോ അല്ലെങ്കിൽ വിനോദത്തിനായി പോവുകയോ മിക്കവാറും കണക്ക് സാറ് വരുമായിരുന്നു. ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ്, എയ്ഡഡ് സ്കൂളിലാണ്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം അത്തരത്തിലൊരു സ്കൂളിൽ നിന്നായിരുന്നു. അവിടെ നടന്ന കാര്യമാണ്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഒരു ഏകപക്ഷീയമായിട്ട് ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ രീതികളും അതിൻ്റെ അവധികളും പരീക്ഷാ നടത്തിപ്പുകളും മറ്റെല്ലാ ചട്ടങ്ങളും ചട്ടക്കൂടുകളും മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ദുഃഖകരമായൊരു വസ്തുതയാണ്. അതിൻ്റെ ഏറ്റവും പുതിയൊരു തെളിവാണോ ഈ സമഗ്ര ശിക്ഷാ അഭിയാനിലെ പ്രോജക്റ്റ് കോർഡിനേറ്റർമാരുടെ നിയമനം എന്നുള്ള സംശയം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അത് ന്യായമായൊരു സംശയമാണെന്ന് പറയുവാനുള്ള കാര്യം, ഈ ആരോപണത്തിൽ ഒരല്പം കഴമ്പുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ പറയുവാനുള്ള കാരണം അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗിൻ്റെ ചരിത്രമാണ്. ഒട്ടും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു ചരിത്രം. ആ ചരിത്രത്തെ സംശയത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുകയുള്ളൂ. ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എൻ ഷംസുദ്ദീൻ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനമാകില്ല ഇതെന്നുള്ള കാര്യവും വ്യക്തമാണ്. കാരണം ഈ ഒരു സംവിധാനത്തിൽ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മതവർഗീയ പ്രവർത്തനത്തിന് വ്യക്തികൾ പ്രസക്തമേ അല്ല. ഒരു വലിയ സംവിധാനത്തിൻ്റെ കൂട്ടായ തീരുമാനം അല്ലെങ്കിൽ കാലാകാലങ്ങളായി നടപ്പാക്കി വരുന്ന ഒരു രീതി, പ്രവർത്തന രീതി സ്വതവേ ഉൾക്കൊണ്ട് മുകളിലിരിക്കുന്ന ഏതെങ്കിലും മതനേതാക്കളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയായിട്ടുള്ള മതനേതാക്കളുടെ ഒരു കൂട്ടായ്മയുടെയോ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ഷംസുദ്ദീൻ ചെയ്തത് എന്നുള്ള കാര്യം ഉറപ്പാണ്, അങ്ങനെയാണ് ചെയ്തതെങ്കിൽ. പക്ഷേ ഈ ആരോപണം സത്യമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വിഷയവുമാണിത്. അതുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിച്ച ഈ വിവരം ഒരല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ഉത്തരവുൾപ്പെടെയുള്ള രേഖകൾ സംഘടിപ്പിച്ച് പ്രേക്ഷകരുടെ മുമ്പിൽ തത്വമയി ന്യൂസ് അവതരിപ്പിക്കുന്നത്. ഇനിയുള്ള തീരുമാനങ്ങൾ പ്രേക്ഷകരുടേതാണ്. കാരണം ഈ വിഷയത്തിൽ ഇതൊരാരോപണമായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ ആരോപണത്തിൽ വസ്തുതയുണ്ടോ, കഴമ്പുണ്ടോ, സത്യമാകുവാൻ സാധ്യതയുണ്ടോ, അതോ വെറുതെ തോന്നുന്നതാണോ, മുൻ സാഹചര്യങ്ങളാണോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ നമുക്ക് കൂട്ടാം, അവർ രണ്ടുപേരുടെയും സ്വാധീനമുള്ള ഈ ഭരണത്തിൽ അവരുടെ ചരിത്രങ്ങളാണോ നമ്മളെ ഇങ്ങനെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്? അല്ല. നിങ്ങൾക്കിതിനോട് പൂർണ്ണമായും വിയോജിപ്പെട്ടു, മുസ്ലിം ലീഗ് പൂർണ്ണമായും മതേതരത്വ പാർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.